ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി 38-ാം സങ്കീർത്തനം അതിൻ്റെ 9-ാമത്തെ വാക്യം. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെ നിന്റെ മുമ്പിലിരിക്കുന്നു, എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. ഹല്ലേലൂയ. നാം പലപ്പോഴും ചിരിച്ച മുഖത്തോടെയൊക്കെ സംസാരിക്കുമെങ്കിലും ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ദുഃഖവും നെടുവീർപ്പും ഒക്കെ അനുഭവിക്കാറുണ്ട്. പലപ്പോഴും ദുഃഖവും വേദനകളും ഒക്കെ അനുഭവിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നാം ഞരങ്ങാറുണ്ട്. എന്നാൽ ദൈവം നമ്മുടെ ഞരക്കങ്ങളെ, നമ്മുടെ നെടുവീർപ്പുകളെയും ഒന്നും തിരസ്കരിക്കാറില്ല. പലപ്പോഴും നാം ദൈവസന്നിധിയിൽ ഇടുന്ന നെടുവീർപ്പുകൾ അത് ദൈവസന്നിധി ധൂപമായി മാറുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുകയാണ്, കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെ നിന്റെ മുമ്പിലിരിക്കുന്നു, എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ഞരക്കം ദൈവത്തിന് മറഞ്ഞിരിക്കുന്നില്ല. 1 ശമൂവേൽ 1-ാം അധ്യായം അതിന് 15-ാം വാക്യത്തിൽ നമുക്ക് ഹന്നായെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവൾ വളരെ ഹൃദയവേദനയോടെ, മനോവേദനയോടെ യഹോവയുടെ ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പക്ഷെ അവളുടെ മനോവേദന വളരെ കഠിനമായിരുന്നത് കൊണ്ട് അവൾക്ക് വാക്കുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞില്ല. അവളുടെ ഹൃദയം ഞരങ്ങി ദൈവസന്നിധിയിൽ അവൾ നെടുവീർപ്പിട്ടു. അവളുടെ ഹൃദയം ദൈവസന്നിധിയിൽ അവൾ പകർന്നു. അതെ, ദൈവം അവളുടെ ഞരക്കം കേട്ടു. അവളുടെ നെടുവീർപ്പ് കണ്ട് അവളുടെ ആഗ്രഹം പോലെ ദൈവം ഒരു ആൺപൈതലിനെ അവൾക്ക് വേണ്ടി നൽകി. പ്രിയമുള്ളവരെ, ചിലപ്പോഴെങ്കിലും ഈ ഒരു അനുഭവത്തിൽ കൂടി നാമും കടന്നു പോയിട്ടില്ലേ? ദൈവസന്നിധി നീ ഞരങ്ങിയിട്ടില്ലേ? നിന്റെ ഞരക്കം ദൈവം കേട്ട് നിനക്ക് ഉത്തരം അരുളിയിട്ടില്ലേ? ഹല്ലേലൂയ. നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ഉയർച്ചകളെ അറിയുന്ന ദൈവം, നമ്മുടെ ഞരക്കം കേൾക്കുന്ന ദൈവം, നമ്മുടെ നെടുവീർപ്പുകൾ കാണുന്ന ദൈവം ഇന്നും നമുക്കായി ജീവിക്കുന്നു. ഏത് പ്രതിസന്ധിയിലും നമ്മെ നടത്തുവാൻ ദൈവം ശക്തനാണ്. യോബിന്റെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 24-ൽ യോബ് പറയുന്നത് ഇപ്രകാരമാണ്: ഭക്ഷണത്തിന് മുമ്പേ എനിക്ക് നെടുവീർപ്പ് വരുന്നു, എൻ്റെ ഞരക്കം വെള്ളം പോലെ ഒഴുകുന്നു. ഹല്ലേലൂയ. അതെ, ഇയ്യോബ് പറയുകയാണ്, കാരണം കഷ്ടതവും വേദനയുടെ ആധിക്യം ഇയ്യോബിന് അത്രമാത്രം ഉണ്ടായിരുന്നു. അവൻ്റെ ഞരക്കവും അവൻ്റെ നെടുവീർപ്പും ഒന്നും ദൈവത്തിന് മറവായിരുന്നില്ല. ഹല്ലേലൂയ. ഇയ്യോബ് പറയുകയാണ്, 6 കഷ്ടത്തിലും ദൈവം എന്നെ വിടുവിക്കും, 7-ാമത്തേതിലും തിന്മ അതെ എന്നെ തൊടുകയില്ല. സങ്കീർത്തനം 27-ന്റെ 10-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നു: എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. ദാവീദ് പറയുകയാണ്, ഞാനൊരു തള്ളപ്പെട്ടവനായിരുന്നു. അവൻ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ഞരങ്ങി പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവം അവനെ മാനിച്ചു. പ്രിയരെ, ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. നമ്മുടെ വേദനകൾ അറിയുന്ന, നമ്മുടെ ഞരക്കം കേൾക്കുന്ന, നമ്മുടെ നെടുവീർപ്പുകൾ കാണുന്ന ദൈവം ഒരു ദിവസം അഭിഷേകത്തിന്റെ തൗല്യവുമായി നിന്റെ അടുക്കൽ കടന്നു വരും. ഹല്ലേലൂയ. നന്മയും കരുണയും കൊണ്ട് അവൻ നിന്നെ അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ. യെശയ്യാവ് 35-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നു: അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷം പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. അതേ, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. അതിനെ നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.